വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നോമ്പ് തുറ വ്ളോഗും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാനൊരു മലപ്പുറംകാരി ആയതുകൊണ്ട് തന്നെ മലപ്പുറം ഭാഗത്ത് ചില ഐറ്റംസ് അത് നോമ്പിന് സ്ഥിരമായിട്ട് 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കും. അത് കഴിച്ചാലും ശരി കഴിച്ചില്ലെങ്കിലും ശരി. അപ്പോൾ നോമ്പിന് മാത്രം കണ്ടുവരുന്ന ഐറ്റംസ് ആയിരിക്കും അത്. അപ്പോൾ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് വ്ളോഗിനകത്ത് കണ്ടുനോക്കാം. ഇന്ന് എനിക്ക് നോമ്പുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ നേരം എന്തെങ്കിലും ഉണ്ടാക്കണം, വീഡിയോ എടുക്കണം, പിന്നെ വൈകുന്നേരത്തെ ഡിന്നറിനും എന്തെങ്കിലുമൊക്കെ ആക്കാം. എല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മലപ്പുറം ഭാഗത്തൊക്കെ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള നോമ്പ് തുറ വിഭവം എന്ന് പറയുമ്പോൾ പത്തിരിയും ചിക്കൻ കറിയും തന്നെയായിരിക്കും. വറുത്തരച്ച ചിക്കൻ കറി ആയിരിക്കും കൂടുതൽ ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ നോമ്പിനൊക്കെ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളൊക്കെ വറുത്തരയ്ക്കും. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേ എല്ലാം കൂടി അങ്ങോട്ട് ഒരു ഒരു കലക്കി കറി എന്നൊക്കെ പറയാം, അങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ മട്ടൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തക്കാളി 2 എണ്ണം, പിന്നെ മട്ടൻ 1/2 കിലോ പാകിസ്ഥാനി മട്ടനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, അതുപോലെ തന്നെ ചെറിയ ജീരകം അതൊരു 1/4 ടീസ്പൂണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. മട്ടനിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എന്നാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കറി പോലെയാണല്ലോ വേണ്ടത്. അതൊരു 2-3 വിസിൽ വരുന്നവരെ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ മലപ്പുറം ഭാഗത്ത് കണ്ടുവരുന്ന നോമ്പിന് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ തരിക്കഞ്ഞി. അത് അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ നോമ്പിന് 30 ദിവസം തരിക്കഞ്ഞി ഇല്ല ഞാൻ സമാധാനം ഉണ്ടാവില്ല, കുടിച്ചാലും ശരി കുടിച്ചില്ലെങ്കിലും ശരി. അപ്പോൾ ഞാൻ തരിക്കഞ്ഞി ഒരു സ്പെഷ്യൽ തരിക്കഞ്ഞി കേട്ടോ. സാധാരണ തരിക്കഞ്ഞി സിമ്പിളായിട്ട് വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്, തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യം 1-ാം പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ അത് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി വെള്ളം വെച്ചിട്ടാണ് 2-ാം പാൽ എടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും 1-ാം പാൽ എടുക്കാനും 2-ാം പാൽ എടുക്കാനും. അപ്പോൾ ആദ്യം നമുക്ക് റവ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് റവ നെയ്യിലൊന്ന് കമ്പൈനായിട്ട് കിട്ടിയാൽ മതി. അപ്പം 1 ടീസ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ റവയായിട്ടോ ചേർത്തിട്ടുള്ളത്. ഒരുപാട് റവ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പം കട്ടിയിലാവരുത്, കുറച്ച് ലൂസിലായിരിക്കണം വേണ്ടത്. അപ്പം റവ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2-ാം പാലുണ്ടല്ലോ, അത് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 2 ഏലയ്ക്ക, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര 2-3 ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തുള്ള റവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കമ്പൈനാക്കി എടുക്കുക. റവ ചെറുതായിട്ട് കുക്കായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം സേമിയ ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ, സേമിയ റവ ഒക്കെ കുറച്ച് മതി, ഒരുപാട് ചേർക്കരുത്. ഇനി സേമിയയും റവയൊക്കെ നന്നായിട്ട് കുറുകി വെന്ത ശേഷം മാത്രം ഇതിലോട്ട് ആ 1-ാം പാലുണ്ടല്ലോ, ഫസ്റ്റ് എടുത്ത പാൽ, നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കുക. കട്ടിയുള്ള പാൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അത് അഥവാ നല്ല തിക്കായിട്ട് വരികയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു റവ എന്ന് പറയുന്നത് ഒരു മീഡിയം തിക്നെസ്സിലാണ് വേണ്ടത്, ഭയങ്കര കട്ടിയിലെടുക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ആ കട്ടിപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ലാസ്റ്റ് ഇതുപോലെ നെയ്യിൽ 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി, അതായത് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്നുകൊണ്ട് വറുത്തെടുക്കുക. ആ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം, എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക, നോമ്പ് കാലങ്ങളിൽ ഈ ഒരു മണം വല്ലാത്തൊരു ഒരു ഫീലാക്കുന്നൊരു മണമായിരിക്കും അല്ലേ. മിക്ക വീടുകളിലും മലപ്പുറം ഭാഗത്ത് ഈ തരിക്കഞ്ഞി ഇല്ലാഞ്ഞൊരു സമാധാനം ഉണ്ടാവില്ല. നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേക്കും കുടിക്കുന്നത് കേട്ടോ. ഭയങ്കര റിഫ്രഷിങ് തന്നെയാണ് അത് കുടിക്കുമ്പോൾ. പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും കൂടി ഉണ്ടാക്കുകയാണ്. നമ്മളിതുപോലെ മട്ടൻ, ബീഫ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചധികം പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. വെണ്ടയ്ക്ക ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഒന്നുമില്ല, എന്നാലും മട്ടൻ, ബീഫൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ് വെണ്ടയ്ക്ക കഴിക്കുന്നത്. വെണ്ടയ്ക്ക എന്നല്ല, എന്തെങ്കിലും പച്ചക്കറികൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക കുക്ക് ചെയ്യുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ടാണ് വെണ്ടയ്ക്ക കുക്ക് ചെയ്യുന്നത്. ഒക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും ഇവരുടെ വീട്ടിൽ വെണ്ടയ്ക്ക തന്നെയാണല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 3 വിസിൽ ആയപ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, മട്ടനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കറി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാണ്ട്. അതിന് മുമ്പ് വറ്റിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക.
അതായത് ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരണം. നോമ്പിനൊക്കെ നമുക്ക് വയറ്റി സമയം കളയാത്ത കറികളൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഴിക്കാനും. ഈ കറിയാണെങ്കിൽ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. മട്ടനും ബീഫൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ പത്തിരിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കറി വേണമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നോമ്പ് തുറ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായ കുറച്ചുണ്ടാക്കി. അപ്പോൾ തരിക്കഞ്ഞി, കട്ടൻ ചായ, പിന്നെ മട്ടൻ കറി, പത്തിരി, ഇതൊക്കെയാണ് നോമ്പ് തുറ വിഭവങ്ങൾ. മലപ്പുറം ഭാഗത്ത് മിക്ക ദിവസങ്ങളും നോമ്പ് 30 ദിവസവും ഡെയിലി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും പത്തിരി, അല്ലേ? അപ്പം ഇവിടെ ഇപ്പം UAE നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ പത്തിരി നമുക്കിവിടെ റെഡിമെയ്ഡായിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്നും ചെയ്യേണ്ട, നേരെ നമ്മൾ എടുത്ത് കഴിക്കാം. കുക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് എന്താ പറയുക, 2 ദിവസം 3 ദിവസമായിട്ടും നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. പെട്ടെന്ന് യൂസ് ചെയ്യുന്നില്ല എന്നെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അന്ന് തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ നേരെ നമുക്ക് എടുത്ത് കഴിക്കാം. ചൂടാക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന, പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പത്തിരിനേക്കാളും നല്ല അടിപൊളി സോഫ്റ്റായിട്ട് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ പത്തിരി ഇനി പരത്തി ബുദ്ധിമുട്ടൊന്നും ആവണ്ട, അടിപൊളി പത്തിരിയാട്ടോ. തമർ ബ്രാൻഡിൻ്റെ പത്തിരിയാണ്. അപ്പോൾ നോമ്പിന് ഇനിയിപ്പം പത്തിരി ഉണ്ടാക്കി സമയം കളയണ്ട. ഒരുപാട് പേർക്കൊക്കെ പത്തിരി ഉണ്ടാക്കണമെന്നാണെങ്കിൽ വേഗം പോയിട്ട് ഇത് വാങ്ങിച്ചാൽ മതി. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പത്തിരി എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൻ കറിയുടെ വിശേഷം കണ്ടുനോക്കാം. മട്ടൻ കറി നല്ല അടിപൊളി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി പത്തിരി കൂട്ടിയിട്ട് മട്ടൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പത്തിരി വാങ്ങിച്ചിട്ടുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. UAE അബുദാബി ഒഴികെയുള്ള ബാക്കി എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ്സിലും ഈ പത്തിരി അവൈലബിൾ ആണ്. ഡെയിലി ഫ്രഷ് അവിടെ വരുന്ന കേട്ടോ. അപ്പം അന്നുള്ളത് നോമ്പിന് ഓരോ ദിവസത്തേതും അവിടെ പോയി വാങ്ങിച്ചാൽ മതിയാവും, ഫ്രഷ് ആയിട്ട് പോയി വാങ്ങിച്ചാൽ മതിയാവും. അപ്പം പത്തിരിയും മട്ടൻ കറിയും കൂടിയുള്ള കോമ്പിനേഷൻ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ കറി കോമൺ ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഞാൻ പിന്നെ വേറൊരു വഴറ്റി ഉണ്ടാക്കുന്ന കറി, മട്ടൻ കറി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഞാൻ ലുലു എന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഉമ്മൽക്വൈൻ മാളിൻ്റെ ലുലു എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ ലുലുലും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അബുദാബി ഒഴികെയുള്ള ബാക്കി എല്ലാ ലുലുലും അവൈലബിൾ ആണ്. അപ്പോൾ അതാ ഞാൻ 2 പാക്ക് എടുത്തു. ഒരു പാക്കിനകത്ത് 10 പത്തിരിയാണുള്ളത്. ഒരു പാക്കിന് 4.95 ദിറംസാണുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലാണ് ഉണ്ടാവുക. അതായത് നമ്മൾ ഫുഡ് ഒക്കെ ഹോട്ടായിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ആ ഒരു സെക്ഷനിലാട്ടോ ഉണ്ടാവുക. അതായത് ഇതുപോലെയുള്ള സെക്ഷനിൽ പോയി നോക്കാം കേട്ടോ. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൂടാണ്ട് ഗ്രാൻഡ്, അതുപോലെ തന്നെ KM ട്രേഡിംഗ്, അതിലൊക്കെ അവൈലബിൾ ആട്ടോ ഈ തമർ ബ്രാൻഡിൻ്റെ പത്തിരി, റെഡി ടു യൂസ് പത്തിരി. പിന്നെ നോമ്പിനൊക്കെ നമുക്ക് ബൾക്കായിട്ട് പത്തിരിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇഫ്താർ പാർട്ടി അല്ലെങ്കിൽ മെസ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അവരിതുപോലെ പാർട്ടി ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് അവർ അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആട്ടോ. അപ്പം അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, നിങ്ങൾക്കും കാണാമല്ലോ എത്രത്തോളം അടിപൊളിയായിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഞാൻ മുമ്പ് തമറിൻ്റെ ഒരു വീഡിയോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തന്നെയാണ് ഇതും നടക്കുന്നത്. അപ്പം ഇതവരുടെ പുതിയ പ്രൊഡക്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നോമ്പിന് എന്തായാലും പത്തിരിയും നോമ്പും ഭയങ്കര കോമ്പിനേഷനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനിയിപ്പം സമയമില്ലാത്തവർക്കൊക്കെ അടിപൊളി ഒരു ഓപ്ഷനാണ് ഇങ്ങനെ പത്തിരി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.